നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന സുഭാഷ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാണ്. സുഭാഷിന്റെ തല പൊട്ടുന്ന വേദന ഉണ്ടായിരുന്നു, ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നിധി ചോദിച്ചു, എന്താ സുഭാഷ് ഏട്ടാന്ന് ചോദിച്ചു. നല്ല തലവേദന ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട പാതി നിധി അകത്തേക്ക് ഓടിപ്പോയി കുറച്ച് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് സുഭാഷിന് കുടിക്കാൻ കൊടുത്തു. സുഭാഷ് പറഞ്ഞു ഞാൻ എടുത്ത് കുടിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നിധി സമ്മതിച്ചില്ല. പിന്നീട് നിധി പറഞ്ഞു ഞാൻ പോയി ചായ വെച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു വേണ്ട, ഇത്തിരി കുറഞ്ഞു കഴിയുമ്പോൾ ഞാൻ തന്നെ ചായ വെച്ച് കുടിച്ചോളാന്ന് പറഞ്ഞു. വേണ്ട സുഭാഷ് ഏട്ടാ, ഞാൻ തന്നെ വെച്ചോണ്ട് വരാം, എനിക്കിപ്പോൾ ചായയൊക്കെ വെക്കാൻ അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ നിധി സുഭാഷിന് വേണ്ടി ചായയൊക്കെ വെച്ചോണ്ട് കൊടുക്കുക. സുഭാഷിന് ഭയങ്കര സങ്കടമായി. താൻ കാരണം നിധിക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടായല്ലോ എന്നൊരു ചിന്ത. നിധി പറഞ്ഞു അതെ സുഭാഷ് ഏട്ടൻ വിഷമിക്കൊന്നും വേണ്ട, എല്ലാ ദിവസവും ഞങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി തരാൻ സുഭാഷേണ്ണല്ലേ, അപ്പൊ സുഭാഷേണ്ണന് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്ത് തരണ്ടേന്നൊക്കെ ചോദിച്ചു. പിന്നീട് നികേഷ് ചോദിച്ചു എന്താ സുഭാഷേട്ടാ പെട്ടെന്ന് സുഭാഷേണ്ണ തലവേദന ഉണ്ടാകാൻ കാരണം എന്താന്ന് ചോദിച്ചു. സുഭാഷ് പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറയണം. അപ്പോഴേക്കും നിധി ചോദിച്ചു ഞാനൊരു കാര്യം ചോദിച്ചാൽ സുഭാഷേട്ട സത്യം പറയുമെന്ന് ചോദിച്ചു. എന്താ എന്താ നിധി കാര്യം? അല്ല സുനന്ദയുടെ കല്യാണം ഉറപ്പിച്ചെന്ന് അറിഞ്ഞപ്പോൾ മുതൽ സുഭാഷേട്ടന് നല്ല ടെൻഷനുണ്ട്. സുനന്ദയുടെ കല്യാണം ഉറപ്പിച്ചതാണോ സുഭാഷേട്ടൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു. ഈ തലവേദനയ്ക്ക് കാരണം അതാണോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ സുഭാഷ് ആദ്യമൊന്നും മിണ്ടിയില്ല. പിന്നീട് സുഭാഷ് ചോദിച്ചു അല്ല നിധി എന്താ അങ്ങനെ ചോദിച്ചേ? എനിക്ക് തോന്നി സുഭാഷേട്ടൻ്റെ മുഖത്തെ ആ സങ്കടം കാണുമ്പോൾ എനിക്കറിയാൻ പറ്റും സുഭാഷേട്ടന് സുനന്ദേനെ ഇഷ്ടമായിരുന്നല്ലേന്ന് ചോദിച്ചു. പെട്ടെന്ന് സുഭാഷ് പറഞ്ഞു അത് പിന്നെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സുനന്ദ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലല്ലോ. അവൾ ഈ വീട്ടിലേക്ക് വരും, അവൾക്ക് വേണമെന്നൊക്കെ ഇവിടെ ഉണ്ടാക്കിയ ആഹാരമൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. എനിക്കറിയാം അവളുടെ മനസ്സിൽ അവൾ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ പറ്റുമോ നിധി? അപ്പോഴേക്കും നിധി ചോദിച്ചു അതെന്താ സുഭാഷ് ഏട്ടാ? അറിയാലോ ഒരു കാരണവശാലും സുനന്ദയുടെ വീട്ടുകാർ സമ്മതിക്കില്ല. കാര്യം പറഞ്ഞാൽ എൻ്റെ അമ്മായിയുടെ മോളൊക്കെ തന്നെയാണ് അവള്. പക്ഷെ ആ വീട്ടുകാർക്ക് സമ്മതമല്ല. സുനന്ദയ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും നിറവേറണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധിക്കുന്ന കാര്യമൊന്നുമല്ലോ. എനിക്ക് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അവൾക്ക് കൂടുതൽ പ്രതീക്ഷയൊന്നും കൊടുക്കാത്തേ. കാരണം ഞാൻ ഒരിക്കലെങ്കിലും അവളോട് എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് എന്നെ പിരിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവൾ സന്തോഷത്തോടെ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. അവൾക്ക് നല്ലൊരു ആലോചന വന്ന് സന്തോഷത്തോടെ ജീവിക്കുന്ന കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് കഷ്ടകാലം വരായിട്ട് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സുഭാഷ് എണ്ണ സുനന്ദയെ വിവാഹം കഴിച്ചു കൂടാന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ സുഭാഷ് പറഞ്ഞു കാര്യമൊക്കെ പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷെ അങ്ങനെയല്ല അറിയാലോ. ഞാൻ സുനന്ദയെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ സുനന്ദയുടെ വീട്ടുകാർ അതിനൊരിക്കലും സമ്മതിക്കില്ല. അതിൻ്റെ പേര് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സുനന്ദയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ പോകുന്നില്ല. അത് കേട്ടപ്പോൾ നികേഷ് പറഞ്ഞു അല്ല സുഭാഷ് എണ്ണ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ സുഭാഷ് എണ്ണ ഇങ്ങനെ മാറി നിൽക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ എങ്കിൽ സുഭാഷ് സമ്മതിച്ചില്ല. സുഭാഷ് പറഞ്ഞു അതിനെക്കുറിച്ച് ഇനി നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല, അവളുടെ വിവാഹം നടക്കട്ടെ, അവൾ നന്നായിട്ട് ജീവിക്കുന്ന കണ്ടാൽ മതി. അതും പറഞ്ഞ് സുഭാഷ് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ നിധിക്ക് വിഷമായി. നിധിക്ക് മനസ്സിലായി സുഭാഷിന്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ട്. പുറമേ സുനന്ദയോട് സ്നേഹമൊന്നും കാണിക്കുന്നില്ലെങ്കിലും പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവളോട് അത്രമേ ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം നന്നായിട്ടറിയാം. കാരണം ഈയിടെയായിട്ട് അത് ഇത്തിരി കൂടിയിട്ടും കൂടെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, സുനന്ദയുടെ വീട്ടുകാർ സമ്മതിക്കത്തുമില്ല. ഈ സമയം ഹരീഷ് വർക്ക്ഷോപ്പിൽ തിരക്കിട്ട് ജോലി ചെയ്യണം. അപ്പോഴാണ് വക്കീൽ അങ്ങോട്ടേക്ക് വരുന്നത്. വക്കീലിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഹരീഷ് ചോദിച്ചു ആഹാ വക്കീൽ സാറോ, കുറച്ച് ദിവസങ്ങളായല്ലോ കണ്ടിട്ടെന്ന് പറയണം. അതെ പിന്നെ എൻ്റെ ബൈക്ക് പണി മുടക്കിയെന്ന് പറയാം. ചന്തു പറഞ്ഞു എൻ്റെ പൊന്ന് സാറേ, സാറിന് ഇതൊന്നും മാറ്റിക്കൂടെ? ഒന്നുമല്ലേ ഒരു വക്കീലല്ലേ, ഈ ബൈക്കും കൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ? ഈ പണി മുടക്കുന്ന ബൈക്കുമായിട്ട് എപ്പോഴും നടക്കത്തുള്ളൂ എന്ന് പറയണം. ഹരീഷ് പറഞ്ഞു ഇത് എത്ര വട്ടം ഞാൻ തന്നെ നന്നാക്കി തന്നിട്ടുണ്ട് വക്കീൽ സാറേ. അതെ എന്ത് ചെയ്യാനെന്ന് പറയാനാ, എനിക്ക് ഈ വണ്ടി കൊണ്ട് പോയാലും തൃപ്തി ആവുള്ളൂ. ഇതുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടോ നല്ല ഐശ്വര്യമാണ്. അതുകൊണ്ടല്ലേ ഇത്രയും പഴക്കം ചെന്ന വണ്ടി ഞാനിപ്പോഴും വിട്ടുകൊടുക്കാത്തേ. കാരണം ഇതെനിക്ക് ഉപേക്ഷിച്ച് കളയാൻ മടിയാ. അത് കേട്ടപ്പോൾ ഹരീഷ് പറഞ്ഞൊരു പുതിയതൊന്നും എടുത്താൽ പോരെ. അതെ ഇത് എൻ്റെ ഐശ്വര്യം എന്ന് ഞാൻ വിചാരിക്കുന്നേ, അതുകൊണ്ട് എനിക്കിത് കൊടുക്കാൻ തോന്നില്ല. ഞാനേ ആദ്യമായിട്ട് ജോലി ചെയ്ത് വാങ്ങിച്ച ബൈക്കേത്. അപ്പം പിന്നെ എനിക്കിത് കൊടുക്കാൻ തോന്നുമോ എന്തോ, ഇതിനോട് പ്രത്യേക ഒരു ഇഷ്ടമാണ്. കാര്യം പറഞ്ഞാൽ വേറെ വണ്ടിയൊക്കെ വീട്ടിലുണ്ട്, എന്നാലും ഞാൻ ഇറങ്ങുമ്പോൾ ഈ ബൈക്കായിട്ട് ഇറങ്ങുള്ളൂ. ഇത് ഓടിച്ചാൽ എനിക്കൊരു മനസ്സമാധാനം ആവത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നീട് ഹരീഷിനോട് ചോദിച്ചു എന്തൊക്കെയുണ്ടാ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കാം. സുഖമായിട്ടിരിക്കണം എന്ന് പറയണം. പിന്നീട് ഹരീഷ് പറഞ്ഞു അതെ എൻ്റെ ചേട്ടൻ്റെ വിവാഹം കഴിഞ്ഞായിരുന്നു. പെട്ടെന്നുള്ള
പെട്ടെന്നുള്ള വിവാഹം ആയതുകൊണ്ട് വിളിക്കാനൊന്നും പറ്റിയില്ല എന്ന് പറയണം. അത് കേട്ട് ഇനിയിപ്പോൾ വക്കീൽ പറഞ്ഞു, അത് പറഞ്ഞപ്പോഴോർത്തെ നിന്റെ ചേട്ടൻ എന്ന് വക്കീൽ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. വക്കീൽ ഓഫീസിലോ? അതെ, വന്നിട്ടുണ്ടായിരുന്നു. അല്ല, അതെന്തിനാ ചേട്ടൻ വന്നേ? ഡിവോഴ്സിന് വേണ്ടിയിട്ട്. ഡിവോഴ്സിന് വേണ്ടിയിട്ടോ? ശാന്തവും ഹരീഷും ഒരേ നിമിഷം ഞെട്ടിപ്പോയി. ഡിവോഴ്സോ? അതേ, അല്ലപ്പം സാറിന് തെറ്റിയതായിരിക്കും. എൻ്റെ ചേട്ടനായിരിക്കില്ല വന്നിരിക്കണേ. അതെ, നിന്റെ ചേട്ടനെ കണ്ട എനിക്കറിയാലോ. നിന്റെ ചേട്ടൻ്റെ ഭാര്യയുടെ പേര് നിധി എന്നല്ലേന്ന് ചോദിച്ചു. അതെ, എങ്കിൽ അവർ രണ്ടുപേരും കൂടെ വന്നേ ഡിവോഴ്സിന് വേണ്ടിയിട്ട്. ഡിവോഴ്സോ? അതിന് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം പോലും ആയില്ലല്ലോ. അതെ, പക്ഷേ ഡിവോഴ്സ് വേണമെന്നാ. നിധിക്കാണ് നിർബന്ധം ഡിവോഴ്സ് വേണമെന്ന്. അവൾക്ക് അവനോടൊപ്പം ജീവിക്കാൻ സമ്മതമല്ല. രണ്ടുപേരും കൂടെ മ്യൂച്വൽ പെറ്റീഷൻ തരാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. ഒന്നും അങ്ങോട്ടും മനസ്സിലായില്ല. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, അല്ല സാറേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയണം. എടാ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നല്ലേ ആയുള്ളൂ. മാത്രമല്ല അവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരല്ലേ. വീട്ടിൽ തീർക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ വീട്ടിൽ തീർക്കാൻ പറ. ഇത്ര ചെറിയ പ്രായത്തിൽ ഡിവോഴ്സൊക്കെ ആയാലും എങ്ങനെയാണ് ശരിയാവുന്നേ? അതും പ്രേമിച്ച് കല്യാണം കഴിച്ചവര്. വീട്ടിൽ നീ ഒന്ന് സംസാരിച്ച് നോക്ക്. എന്നിട്ട് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ പറ്റുമെങ്കിൽ ആ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ പറയാണ്. ഹരീഷിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. ഹരീഷ് ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്ര പെട്ടെന്ന് ഡിവോഴ്സ്, അതും ആരോടും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നീട് ഹരീഷ് പറഞ്ഞു, അതെ, വണ്ടി ശരിയാക്കി നാളെ തന്നാൽ മതിയോ സാറേന്ന് ചോദിച്ചു. അത് മതിയെന്ന് പറയണം. അങ്ങനെ വക്കീൽ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഹരീഷിന് അവിടെ നിൽക്കാൻ തോന്നിയില്ല. ഭയങ്കര വിഷമമായിപ്പോയി. ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോഴേക്കും ചന്തു ചോദിച്ചു, എന്താ ഹരീഷ് ഏട്ടാ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് സുധീഷ് ഏട്ടൻ ഡിവോഴ്സ് ആവുന്നോ? എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു. എനിക്കറിയില്ലടാ ചന്തു, അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. എന്നോട് ഇതിനെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ, സുധീഷ് ഏട്ടനൊന്ന് ഉപദേശിച്ചു നോക്ക്. നല്ല ചേച്ചിയല്ലായിരുന്നോ? പിന്നെ എന്താ പെട്ടെന്ന് ഇങ്ങനെയെന്നൊക്കെ. അവർക്കും ഒന്നും മനസ്സിലായില്ല ഇതിന്റെ കാരണം എന്താന്ന്. ഇതേ സമയത്ത് നിധി അടുക്കളയിലാണ്. അപ്പോഴേക്കും നികേഷ് അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, ഇതെന്താ നിധി അടുത്ത് ചെയ്യുന്നേ? അതെ, സുഭാഷ് ചേട്ടന് വയ്യല്ലോ, അപ്പം നമുക്കിന്ന് കുക്ക് ചെയ്യാന്ന് പറയണം. നമുക്കോ? അതെ, ഞാൻ കുക്ക് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഫുഡ് ഉണ്ടാക്കണ്ടേ, കഴിക്കണ്ടേ, ചോറും കറികളൊക്കെ ഉണ്ടാക്കണ്ടേന്ന് ചോദിച്ചു. ചോറും കറികളോ? അതും നിധി അടുത്ത് ചെയ്യാനായിട്ടാ? വേണ്ട, നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചാൽ പോരേന്ന് ചോദിച്ചു. പുറത്തുനിന്ന് വാങ്ങിച്ചാൽ ശരിയാകത്തില്ല, നമുക്ക് തന്നെ ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നികേഷ് ചോദിച്ചു, അല്ല നിധി ചേച്ചിക്ക് എന്നെ അറിയാവോന്ന് ചോദിച്ചു. അതിനല്ലേ നമുക്ക് ഗൂഗിളിനകത്ത് നമുക്ക് സെർച്ച് ചെയ്യാന്ന് പറയണം. ഫോണിനകത്ത് സെർച്ച് ചെയ്താൽ എങ്ങനെ ഉണ്ടാക്കണ്ടേന്നുള്ള വിധം കിട്ടുമല്ലോ. അപ്പം നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞു. അതെ, ഇന്ന് സുഭാഷ് ചേട്ടനൊക്കെ ഞെട്ടണം. നമ്മുടെ കറിയുടെയൊക്കെ മണം വന്നു കഴിയുമ്പോഴത്തേനും സുഭാഷ് ചേട്ടനൊക്കെ അമ്പരന്ന് പോകുന്നു പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം നികേഷ് പറഞ്ഞു, അങ്ങനെ അമ്പരക്കണമെങ്കിൽ പുറത്തൊന്നും വല്ല ഫുഡും മേടിക്കേണ്ടി വരും. ഒന്ന് പോടാ അവിടുന്ന് തള്ളി മറിക്കാതെ. എന്താണെങ്കിലും ഞാൻ ഉണ്ടാക്കുമെന്ന് പറയണം. നികേഷ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാനും കൂടാന്ന് പറയണം. എന്നാൽ ശരി, നീയും കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ ആദ്യം അവർ അരി കഴുകിയിടാൻ തീരുമാനിച്ചു. നിധി അരിപാത്രമൊക്കെ എടുത്തോണ്ട് വന്നു. അല്ല, എത്ര ഗ്ലാസ് അരി ഇടണം അതറിയത്തില്ല. 6 പേരുണ്ട്. 6 പേർക്ക് കഴിക്കാനായിട്ട് എത്ര ഗ്ലാസ്സാ? അപ്പോഴേക്കും നികേഷ് അവിടെ ഇരുന്ന് ഗ്ലാസ് എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഇതിനകത്ത് 6 ഗ്ലാസ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അത് ശരിയാകത്തില്ല. അതെന്താ? എടാ, അങ്ങനൊന്നും അല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഫോണിനകത്ത് സെർച്ച് ചെയ്ത് നോക്കി അറിയാലോ എന്ന് പറയണം. അങ്ങനെ ഒരു വീഡിയോ എടുത്ത് വെക്കുവാണ്. അവരും മെഷർമെൻറ്റ് ഗ്ലാസിൻ്റെ കാര്യം പറയണം. മെഷർമെൻറ്റ് ഗ്ലാസ് ഇല്ലല്ലോ, അപ്പം നമ്മൾ എങ്ങനെ അരി അളന്നെടുക്കും? അതാ ചേച്ചി പറഞ്ഞത്, ഈ ഗ്ലാസ്സിന് അളന്നെടുത്താൽ മതിയെന്ന്. അങ്ങനെ ആ ഗ്ലാസ്സിന് അരിയൊക്കെ അളന്നെടുത്തു. പിന്നീട് പറഞ്ഞു, 1 മണിക്കൂർ നേരം കുതുക്കാൻ വെക്കണമെന്ന്. അവർ എന്ത് ചോറാ, ബിരിയാണി ചോറാണോ ഉണ്ടാക്കണമെന്ന കാര്യം അറിയത്തില്ല. എന്താണെങ്കിലും ഫോണിനകത്ത് അടിച്ചു കൊടുത്തപ്പോൾ അങ്ങനെയാണ് വന്നത്. അപ്പോൾ അതും കൈ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് നിധി. 1 മണിക്കൂർ നേരം കുതിരാൻ വെക്കണോ? ഇതെന്താ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും സുഭാഷ് അങ്ങോട്ട് വന്നു. എന്താ രണ്ടുപേരും കൂടെ അടുക്കളയിലെന്ന് ചോദിച്ചു. നികേഷ് പറഞ്ഞു, ഞങ്ങൾ ആഹാരം ഉണ്ടാക്കുമായിരുന്നു. ആഹാരം ഉണ്ടാക്കാനായിട്ടോ? അതൊന്നും വേണ്ട, ഞാൻ തന്നെ തയ്യാറാക്കിക്കോളാം. എൻ്റെ തലവേദനയൊക്കെ ഇപ്പോൾ കുറവുണ്ടെന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, സുഭാഷ് ചേട്ടൻ പോയി കിടന്നു, ഇത് ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാവുന്നുള്ളൂ. നികേഷ് പറഞ്ഞു, സുഭാഷ് ചേട്ടൻ വന്നാൽ നന്നായി. 1/2 മണിക്കൂറായി അടുക്കളയിൽ കയറിയിട്ട് അരി ഇടാൻ വേണ്ടി നോക്കുന്ന, ഇതുവരെ ആയിട്ടും ശരിയായിട്ടില്ല എന്ന് പറയണം. അതെന്താ? അതെ, ഗൂഗിളിനകത്തൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് വേണ്ടേ? അയ്യോ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നീ അങ്ങോട്ട് മാറി, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, അയ്യോ സുഭാഷ് ചേട്ടാ, എങ്ങനെയെങ്കിലും ഒന്ന് മേടിച്ച് ചെയ്യുക. ഇന്ന് ആഹാരം കഴിക്കണേ മതി എന്ന് പറയണം, അല്ലെങ്കിൽ പെട്ടുപോകുന്നു പറഞ്ഞു. ആ സമയത്ത് സുധീഷ് അങ്ങോട്ടേക്ക് വരുന്നേ. സുധീഷ് വന്നിട്ട് ഇതെന്താ എല്ലാവരും കൂടെ അടുക്കളയിൽ? അതെ, ഞാൻ എന്ന് ആഹാരം പാചകം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആഹാരം പാചകം ചെയ്യുന്നോ? അല്ല, അപ്പോൾ സുഭാഷ് ചേട്ടൻ എന്ത് പറ്റി? സുഭാഷ് ചേട്ടൻ ആഹാരം തയ്യാറാക്കത്തില്ലേ? സുഭാഷ് ചേട്ടൻ ആഹാരം ഉണ്ടാക്കിയെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഓടി വന്നാ കഴിക്കാനായിട്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, ഞാൻ കളിയാക്കാൻ പറഞ്ഞൊന്നുമല്ല, ഞാൻ തന്നെ ആഹാരം ഉണ്ടാക്കണേന്ന് പറഞ്ഞു.
പെട്ടെന്ന് സുധീഷ് പറഞ്ഞു, ഓ ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തെ. എൻ്റെ മുതലാളി വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ അങ്ങോട്ട് പോയേക്കുമെന്ന് പറഞ്ഞു. അപ്പം ഇപ്പം വന്ന സമയത്ത് ഇതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ ഓട്ടോ ഉണ്ടായിരുന്നുള്ളത്. ആഹാരം കഴിക്കാൻ വേണ്ടിയല്ലേ വന്നേന്ന് നികേഷ് ചോദിച്ചു. അതപ്പം പക്ഷെ ഇപ്പോഴേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. എന്നിട്ട് ഞങ്ങളാരും ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടില്ലോ എന്ന് നിധി പറഞ്ഞു. അത് നീ കേൾക്കാത്തോണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ സുധീഷ് മുറിയിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്ത് നികേഷ് പറഞ്ഞു, കണ്ടില്ലേ സുധീഷ് എന്നെ എസ്കേപ്പായി. കാരണം നിധി ഉണ്ടാക്കുന്ന കഴിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും വയറ് കേടാവുന്നുള്ള കാര്യം അറിയാം. ഒരു ചായ പോലും നേരെ ചൊവ്വേ ഉണ്ടാക്കാൻ പഠിച്ചു വരുന്നുള്ളൂ. അപ്പോഴാണ് ബാക്കി ഫുഡ് ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കി കഴിച്ചിട്ട് തൻ്റെ ജീവിതം തീർക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് സുധീഷ് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് ഹരീഷ് അങ്ങോട്ട് വരുന്നത്. ഹരീഷ് നല്ല കട്ടക്കലിപ്പിന. വക്കീല് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കാത്തപടി പെട്ടെന്ന് ബൈക്ക് എടുത്തോണ്ട് ഇങ്ങോട്ട് പോരുമായിരുന്നു. കാരണം ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമൊന്നുമല്ല. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമല്ലേ ആയുള്ളൂ. അങ്ങനെ ഹരീഷ് അങ്ങോട്ട് വരുമ്പോഴത്തേനും സുധീഷ് പുറത്തേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു. ഹരീഷ് കയറി വന്ന ഉടനെ സുധീഷിന്റെ കോളറിനോട് കയറി കുത്തിപ്പിടിക്കണം. എന്നിട്ട് ചോദിച്ചു, നീ എന്ത് പരിപാടിയാണ് കാണിച്ചതെന്ന് ചോദിക്കണം. ഒച്ചപ്പാടും വെള്ളം കെട്ടുകൊണ്ട് സുഭാഷും നികേഷും നിധിയൊക്കെ അങ്ങോട്ട് ഇറങ്ങി വന്നു. ആ സമയത്ത് സുഭാഷ്, എടാ എന്താണ് നീ കാണിക്കണേ? ഹരീഷ്, നീ ഇതെന്താ കാണിക്കുന്നേ? അവന്റെ കോളറിൽ നിന്ന് വിടാൻ പറയണം. ഞാൻ വിടില്ല സുഭാഷ് ഏട്ടാ, ഇവൻ എനിക്ക് ഉത്തരം പറഞ്ഞേ മതിയാവുള്ളൂ. സുധീഷ് ചോദിച്ചു, നീ എന്താടാ കാണിക്കണേ? മര്യാദയ്ക്ക് എന്നെ വിടാൻ പറയണം. അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടല്ല. സത്യം പറ, നീയും നിധിയടുത്തും തമ്മിൽ ഡിവോഴ്സ് ആകാൻ പോകണമെന്ന് ചോദിക്കണം. അത് കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി. അപ്പോഴേക്കും സുധീഷ് ഒരു അന്താളിപ്പോട് കൂടിയിട്ട് ഹരീഷിനെ നോക്കണം. ഹരീഷ് പറഞ്ഞു, സത്യം പറയടാ, നീ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തെന്നാ ഞാൻ ചോദിക്കുന്നേ. അല്ല അത് പിന്നെ, ഓഹോ അപ്പം നീ ചെയ്തിട്ടുണ്ടല്ലേ? സത്യം പറ, എന്തിനു വേണ്ടിയാ നീ ഇങ്ങനെ കാണിച്ചു കൂട്ടിയേ? ഇതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ തമ്മിൽ കല്യാണം നടന്നത്? നിങ്ങളുടെ കല്യാണം നല്ല ആർഭാടമായിട്ട് ഞങ്ങൾ ഇവിടെ വെച്ച് നടത്തി. എന്നിട്ടോ ഈ ഡിവോഴ്സ് നടത്താൻ വേണ്ടിയിട്ടായിരുന്നോടാ? നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഞങ്ങളെല്ലാവരും നാണം കെടുത്താനാണെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് വായി വന്ന എല്ലാം ഹരീഷ് പറയണം. ആ സമയത്ത് നിധി ഇങ്ങനെ വല്ലാത്തൊരു ഞെട്ടലോട് നിൽക്കുകയാണ്. ഏകദേശം കാര്യങ്ങളൊക്കെ സുഭാഷിന് മനസ്സിലായി. നികേഷിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. നികേഷിന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. നികേഷ് നിധിയോട് ചോദിച്ചു, സത്യമാണോ നിധി എഴുതി പറയണേ? ഡിവോഴ്സിന് കൊടുത്തോന്ന് ചോദിച്ചു. ആ സമയത്ത് ഹരീഷ് ആ കാര്യങ്ങൾ പറയുന്നത്, അതെ ഇവർ കാണാൻ പോയി ഉണ്ടല്ലോ എൻ്റെ റെഗുലർ കസ്റ്റമർ ആയിരുന്നു. വക്കീൽ സാർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇവർ രണ്ടുപേരും ചെന്നിട്ടുണ്ടായിരുന്നത് ഡിവോഴ്സിന് കൊടുത്തിട്ടുണ്ടെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പം നിധിക്കും സുധീഷിനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കല്യാണം കഴിഞ്ഞ് 2 മാസം പോലും ആയില്ല. ഇതിനു വേണ്ടിയിട്ടാണോ ഞാനും സുഭാഷിയണൊക്കെ ഇത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആൾക്കാരെയൊക്കെ വിളിച്ച് നിങ്ങളുടെ കല്യാണം നടത്തി തന്നെ? നിങ്ങൾ ഒരു വാക്ക് പോയി ഞങ്ങളോട് പറഞ്ഞില്ലോ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞു തീർക്കാം, ഇത് വെറുതെ പ്രശ്നമാക്കി മാറ്റരുതെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധീഷിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് സുധീഷിനോട് ഹരീഷ് വെച്ച്, സത്യം പറ, നീ എടുത്ത തീരുമാനമാണോ അത്? എനിക്കറിയാം മിക്കവാറും നീ കാരണമായിരിക്കും നിധി അടുത്ത് നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നത്. അത്രമാത്രം കള്ളത്തരങ്ങളൊക്കെയല്ലേ നീ പറഞ്ഞിരിക്കുന്നേ? നീ വായെടുത്താൽ നുണയല്ലേ പറയുള്ളൂ. എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും നിന്നെ ഏത് പറഞ്ഞിട്ടുണ്ടാടാന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ സുധീഷ് ഒന്നും മിണ്ടിയില്ല. എന്തൊക്കെ കള്ളത്തരങ്ങളാണ് പറഞ്ഞ് ഈ കുടുംബത്തെക്കുറിച്ച്, എന്നെക്കുറിച്ച്, സുഭാഷ് എന്നെക്കുറിച്ച് അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നിധി അടുത്തേക്ക് തോന്നിക്കാണും ഇവിടെ നിൽക്കേണ്ടാന്ന്. അതുകൊണ്ടായിരിക്കും ഡിവോഴ്സിന് കൊടുക്കാൻ പോയതല്ലേന്ന് ചോദിച്ചു. അല്ലെങ്കിൽ നിന്നോടൊപ്പം ഇത്രയും കള്ളത്തരം പറയുന്ന ഒരുത്തരോടൊപ്പം ഒരു പെണ്ണ് എങ്ങനെയാ കഴിയുന്നേ? നിന്റെ സ്വഭാവം ഇപ്പോഴായിരിക്കും നിധി അടുത്തേക്ക് മനസ്സിലായെന്നൊക്കെ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുധീഷിന് അവസാനം ദേഷ്യം വന്നു. സുധീഷ് പറഞ്ഞു, അതെ ഞാൻ ഡിവോഴ്സിന് കൊടുത്ത തന്നെയാ. പിന്നെ ഞാനിങ്ങനെ കള്ളത്തരങ്ങളൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് ഞാൻ കള്ളത്തരങ്ങൾ പറഞ്ഞേ? ഈ കുടുംബത്തെക്കുറിച്ച് നല്ല എന്തെങ്കിലും പറയാനുണ്ടോ ആരുടെയും മുന്നിൽ? ഇല്ലല്ലോ. എല്ലാവർക്കും എപ്പോഴും ഈ കുടുംബത്തെ കുറ്റപ്പെടുത്താനേ സമയമുള്ളൂ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ നിലനിൽപ്പും കൂടെ ആവശ്യമായിരുന്നു. ഞാൻ എന്തുകൊണ്ടാണ് കുറ്റം പറഞ്ഞേ? ഈ സമയത്ത് ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് നികേഷ്. പക്ഷെ സുഭാഷിൻ്റെ മുഖത്തൊരു ഭാവപ്രകടനം കണ്ടില്ല. അപ്പോഴേക്കും ഹരീഷ് ചോദിച്ചു, സത്യം പറയട്ടാ ചേട്ടൻ ഈ കാര്യങ്ങളൊക്കെ മുന്നേ അറിയായിരുന്നോ? സുഭാഷ് പറഞ്ഞു, അത് പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് സുഭാഷ് ചേട്ടൻ എന്തൊക്കെ അറിയായിരുന്നെന്ന്. കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. അപ്പോഴേക്കും നിധി പറഞ്ഞു, വേണ്ട ഞാൻ പറയാമെന്ന് പറയണം. സുഭാഷ് പറഞ്ഞു, വേണ്ട നിധി, ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല സുഭാഷ് ചേട്ടാ, കാര്യങ്ങളൊക്കെ ഇവരറിയണമെന്ന് പറയണം. സുധീഷിനാണെങ്കിൽ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. സുഭാഷ് പറഞ്ഞു, ഞാൻ പറയാമെന്ന് പറയണം. പിന്നീട് സുഭാഷ് ആ കാര്യങ്ങൾ പറയണേ. അതെ നിങ്ങളൊന്നും കരുതുന്ന പോലൊക്കെ ഇതൊരു യഥാർത്ഥ വിവാഹം അല്ലെന്ന് പറയണം. അപ്പോഴേക്കുമാണ് ഭാസ്കരൻ അങ്ങോട്ട് വരുന്നത്. ഭാസ്കരൻ അകത്തേക്ക് കയറാൻ തുടങ്ങുന്ന സമയത്താണ് ഈ കാര്യങ്ങൾ കേൾക്കണത്. ഒരു നിമിഷം ഭാസ്കരൻ്റെ അകത്തേക്ക് കയറാതെ പുറത്ത് തന്നെ നിൽക്കുകയാണ്. അവിടുത്തെ ആ സംസാരം കേട്ടോണ്ട് ഇവർ തമ്മിൽ പ്രേമിച്ച് വിവാഹം കഴിച്ചൊന്നും അല്ലെന്ന് പറഞ്ഞു.
നിധി പറഞ്ഞു ഞാൻ പറയാം, ബാക്കി കഥകളൊക്കെ പറയാമെന്ന് പറയണം, അതിനുശേഷം അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയണം. പിന്നീട് സുഭാഷ് പറഞ്ഞു ഒരു ഡ്രൈവറായിട്ടാണ് സുധീഷിനോടൊപ്പം നിധി ഇറങ്ങിപ്പോന്നെ. പക്ഷേ എങ്കിൽ നിധിയുടെ വീട്ടുകാർ വന്ന് തടഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വേറെ നിവൃത്തിയില്ലാതെ ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി കയറി ചെന്നു. പിന്നീട് അവിടെ വെച്ച് കല്യാണമൊക്കെ നടത്തിയെന്ന് പറയണം. നിധി പറഞ്ഞു ആ സമയത്ത് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല രജിസ്റ്റർ മാരേജ് ഒക്കെ നടത്തുക എന്നുള്ള കാര്യം. അത് സുധീഷിൻ്റെ ട്രിക്കായിരുന്നല്ലോ. പിന്നീട് അറിഞ്ഞ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് നിയമപരമായ വലിച്ചിട്ടുണ്ടെന്ന്. കാരണം ഇത് കഴിയുമ്പോൾ തന്നെ അവിടെ വെച്ചിട്ട് താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ താലി അങ്ങോട്ട് അയച്ചൂരി വെച്ചിട്ട് പോയാൽ മതിയല്ലോ, ആ ഒരു ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നേ. പക്ഷെ പിന്നീട് നിയമപരമായിട്ടാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഡിവോഴ്സിന് ശ്രമിച്ചതെന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഹരീഷിനും നികേഷിനും സഹിച്ചില്ല. നികേഷിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. നികേഷ് ചോദിച്ചു ഓഹോ അപ്പം ചേച്ചി ഞങ്ങളെ ഇട്ടിട്ട് പോകാൻ തന്നെ തീരുമാനിച്ചില്ലേ, അപ്പം ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ? ഹരീഷ് പറഞ്ഞു എന്തെങ്കിലും ഒരു വാക്കെങ്കിലും ഞങ്ങളോട് പറയാൻ മേലായിരുന്നോ? ഞങ്ങളോട് എന്തിനാ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞേ? ഇനിയും കള്ളത്തരം പറഞ്ഞു ഇങ്ങനെ ഞങ്ങളെ പറ്റിക്കണ വല്ല കാര്യം ഉണ്ടായിരുന്നോടാ സുധീഷെന്ന് പറഞ്ഞിട്ട് വീണ്ടും സുധീഷിനെ തല്ലാൻ വേണ്ടി ഒരുങ്ങുവാണ്. നിനക്ക് അപ്പോഴെങ്കിലും സത്യങ്ങൾ തുറന്നു പറയായിരുന്നല്ലോ. ഇത്രയും പൈസ മുടക്കി സുഭാഷ് ഏട്ടൻ ഈ കല്യാണം നടത്തില്ലായിരുന്നല്ലോ. സത്യങ്ങളൊക്കെ ആദ്യമേ തന്നെ പറഞ്ഞാൽ പോരായിരുന്നോ? സുധീഷോട് ഞാൻ എന്ത് പറയണം? ഈ കല്യാണം നടക്കില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ എത്രമാത്രം വിഷമാവും. ഞാനൊരു പെണ്ണിനെ അടിച്ചെടുത്തോണ്ട് പോകുന്ന അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ കുറേ സന്തോഷിച്ചല്ലേ? നിങ്ങളുടെ സന്തോഷമൊക്കെ ഞാൻ തല്ലിക്കിടത്തണമായിരുന്നോ? ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നിങ്ങൾ ആൾക്കാരെ എല്ലാം വിളിച്ച് അതിഗംഭീരമായിട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ നടത്തുമായിരുന്നു. ആ സമയത്ത് എല്ലാവരുടെ മുന്നിൽ നിങ്ങളെ നാണം കെടുത്താനായിട്ട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു കള്ളത്തരം പറയാതിരിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുധീഷും കരയാണ്. എല്ലാവർക്കും ഭയങ്കര വിഷമമായിപ്പോയി. ആരും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇങ്ങനെയൊക്കെ. സുധീഷ് കരഞ്ഞോണ്ട് അങ്ങോട്ട് പോയി. സുഭാഷ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഹരീഷിന് വിഷമായി. പാവ സുഭാഷ് ഏട്ടൻ താൻ കഴിഞ്ഞ ദിവസം സുഭാഷ് ഏട്ടനെ കുറ്റപ്പെടുത്തി. നിധിയെടുത്തി സുധീഷ് തമ്മിൽ ഒരുമിച്ച് കിടക്കാൻ പിന്നെ സുഭാഷ് ഏട്ടൻ്റെ കല്യാണം കഴിയാത്തതുകൊണ്ട് സുഭാഷ് ഏട്ടന് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ പാവം ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടായിരുന്നു. താൻ അതൊന്നും മനസ്സിലാക്കിയത് പോലുമില്ല. അങ്ങനെ ഒടുവിൽ സുഭാഷ് ഏട്ടന് പോയി സോറിയൊക്കെ പറയുന്നുണ്ട്. ഹരീഷ് എന്നോട് ക്ഷമിക്കേട്ടാ, എനിക്ക് അറിവില്ലായ്മ കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാന്നൊക്കെ. ഒടുവിൽ സുധീഷിൻ്റെ സങ്കടം കണ്ടു കഴിഞ്ഞപ്പം നികേഷിനും ഹരീഷിനും സഹിച്ചില്ല. അങ്ങനെ ചേട്ടനഞ്ചിമാർ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാം കേട്ടോ. എന്താണെങ്കിലും ഒരു കാരണവശാലും നിധി ആ വീട് വിട്ട് പോകാനൊന്നും പോകുന്നില്ല. നിധി ഒരു കാര്യം തീരുമാനിക്കും. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രൊമോയിൽ കാണുന്നത്. ഇനിയിപ്പം നമ്മൾ കാണുന്നത് നെക്സ്റ്റ് വീക്ക് പ്രൊമോ കേട്ടോ. അതുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാം. അപ്പം അതിനു മുമ്പ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.